അങ്ങനെ മാനസ ജയയോട് പറയുന്നുണ്ട്, ആന്റി നമുക്ക് പോയി സൂര്യയും ഭാവനയും വിളിച്ചു കൊണ്ടുവന്നാലോ? ജയ പറയുന്നുണ്ട്, വേണ്ട മോളെ, ഞാനില്ല. ഇവിടെ ഭാവനക്കല്ല വാശി, സൂര്യക്കാണ്. അവനെ ഇറക്കി വിടുക മാത്രമല്ല ചെയ്തത്, അവന്റെ ബാങ്ക് അക്കൗണ്ട് ഫ്രീസ് ചെയ്യപ്പെടുകയും ചെയ്തു എന്ന് പറയാണ്. അതെന്തിനാ ആന്റി അങ്ങനെ ചെയ്തത് എന്ന് അത്ഭുതത്തോട് ചോദിക്കാൻ മാനസ. എന്തിനാണെന്ന് അറിയില്ല മോളെ. ആദ്യമൊക്കെ ദേവേട്ടൻ ഇത് അപ്പോഴത്തെ ദേഷ്യത്തിന് പുറത്ത് ചെയ്താണെന്ന് ഞാൻ വിചാരിച്ചത്. പക്ഷെ ഇപ്പോൾ മനസ്സിലായത് എല്ലാം ദേവേട്ടൻ മനഃപൂർവ്വം ചെയ്യുകയാണ്. ഞാൻ ഇതുവരെ കാണാത്ത ദേവേട്ടനെയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ അവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവിടേക്ക് അജയനും പ്രസീതയും കടന്നു വരുന്നുണ്ട്. അജയൻ പറയുന്നത്, ഇതൊരു തുടക്കം മാത്രമാണ് ജയ, ഇനി ഇനി കാണാനിരിക്കുന്നതേയുള്ളൂ. ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നത് ജയെ? രാവിലെ വന്നു ഭാവന മച്ചമ്പിയുടെ കാല് പിടിച്ചെന്ന് കേട്ടു. അവളെ ഇവിടെ നിന്നും ഇറക്കി വിട്ടതില്ലേ, പിന്നെന്തിനാ അവൾ ഇങ്ങോട്ടേക്ക് കയറി വന്നത്? അപ്പോൾ ജയ പറയുന്നുണ്ട്, ഞാൻ പോയി വിളിച്ചിട്ടാണ് ഭാവന ഇങ്ങോട്ടേക്ക് വന്നത്. എന്താ, എനിക്ക് അവരെ വിളിക്കാൻ പാടില്ല എന്നുണ്ടോ? അപ്പോൾ അജയൻ ചോദിക്കുക, നിനക്ക് ആ സൂര്യയുടെയും ഭാവനയുടെയും മുൻപിൽ ഇനിയും നാണം കെടണമെന്നുണ്ടോ? മാത്രവുമല്ല, മച്ചമ്പിയുടെ നേരത്തെ മദ്യപാനം കണ്ടപ്പോൾ നീ അങ്ങ് പേടിച്ചു പോയി. അതുകൊണ്ടല്ലേ രാവിലെ തന്നെ അവരെ വിളിക്കാൻ പോയത്. അതും ഒരു കാരണമാണ് എന്ന് പറയാട്ടെ ജയ. ഒരു കുടുംബം നശിക്കാൻ അധികം സമയമൊന്നും വേണ്ട. ഇന്നലെ ഏട്ടൻ തന്നെയാണ് എല്ലാത്തിനും ഇവിടെ തുടക്കമിട്ടത്. ജാനകിയെ ഇവിടെ നിന്നും ഒഴിവാക്കാൻ ഞാൻ ഏട്ടനോട് പറഞ്ഞോ? അപ്പോൾ മാനസ് പറയുന്നത്, അച്ഛൻ എല്ലാം തുടങ്ങി വെക്കും, എന്നിട്ട് ഒന്നും അറിയാത്തതുപോലെ മാറി നിൽക്കുകയും ചെയ്യും. അപ്പോൾ ജയ പറയുന്നുണ്ട്, നിങ്ങളോട് മറ്റൊരു വീട്ടിലേക്ക് താമസം മാറാൻ പറഞ്ഞാൽ നിങ്ങൾ കേൾക്കില്ല. നിങ്ങൾക്ക് എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യാനല്ലേ അറിയൂ. എത്ര നാൾ എന്നെ ഇങ്ങനെ ബ്ലാക്ക്മെയിൽ ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ വീട്ടിൽ നിൽക്കാൻ കഴിയുമെന്ന് ഞാൻ നോക്കട്ടെ. അവസാനം തീരെ നിവർത്തിയില്ലെങ്കിൽ ഞാൻ തന്നെ എല്ലാ സത്യങ്ങളും ദേവേട്ടനോട് സൂര്യയോട് തുറന്നു പറയും. പിന്നെ നിങ്ങൾ ഓരോന്നും പറഞ്ഞ് എന്റെ മുന്നിലേക്ക് വരിയില്ലല്ലോ. ഇനി ഞാൻ നോക്കിയിട്ട് ആ ഒരൊറ്റ വഴി മാത്രമേ കാണുന്നുള്ളൂ എന്ന് പറയാണ്. ഇത് കേട്ടപ്പോൾ പ്രസീതയും അജയനും ആകെ ഷോക്കാവട്ടോ. അയ്യോ ജയ, നീ അങ്ങനെയൊന്നും പറയല്ലേ. ഞങ്ങൾക്ക് പോകാൻ വേറെ ഒരു ഇടമില്ലാത്തത് കൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ ചെയ്തത്. മാത്രമല്ല, നീ ഞങ്ങളെ ശ്രദ്ധിച്ചാൽ നമ്മൾ 4 പേരും ഈ വീട്ടിൽ നിന്ന് പുറത്തു പോകേണ്ടി വരും. അപ്പോൾ ജയ പറയാണ്, സർവ്വ അപരാധങ്ങളും ഏറ്റുപറഞ്ഞ് കാൽ വീഴാൻ എനിക്കറിയാം. അവസാനം നിങ്ങൾക്ക് ഒരിറ്റ് പൈസ പോലും തരാൻ ഒരാളും ഉണ്ടാകില്ല. പിന്നെ മാനസമോളെ കാര്യം, അവളെ എങ്ങനെ നോക്കണമെന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞ് ജയ അങ്ങോട്ടേക്ക് പോവാണ്. പിന്നാലെ തന്നെ മാനസയെ പോകുന്നു. മാനസ പറയുന്നുണ്ട്, എന്തായാലും ആന്റിയുടെ അവസാന തടവ് നന്നായിട്ട് ഏറ്റിട്ടുണ്ട്. രണ്ടും നന്നായി പേടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇനിയും ഈ ഭീഷണികളുമായിട്ട് അവർ ആന്റിയുടെ പിന്നാലെ വരില്ല എന്ന് പറയാൻ കേട്ടോ മാറി നിന്നിട്ട്. അജയനും പ്രസീതയുമായിട്ട് ആകെ ഷോക്കായി നിൽക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് മഹേന്ദ്ര ശർമ്മയും ഭാര്യയും മണി ശർമ്മയും കൂടി പോലീസ് സ്റ്റേഷനിൽ എത്തുകയാണ് കേട്ടോ. എന്നിട്ട് അവർ അജിത് സാറിന് ഒരു പരാതി നൽകുകയാണ്. അദ്ദേഹം അതെല്ലാം വായിച്ചതിനു ശേഷം പറയുന്നുണ്ട്, നിങ്ങളുടെ മകനെ കാണാതായിട്ട് കുറച്ച് ദിവസമായില്ലേ, എന്നിട്ട് ഇപ്പോഴാണ് പരാതി നൽകുന്നത്? അപ്പോൾ മഹേന്ദ്ര ശർമ്മ പറയുന്നുണ്ട്, സർ, അവൻ തിരിച്ചു വരുന്ന പ്രതീക്ഷ ഞങ്ങൾക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ ഇത്രയും ദിവസം കാത്തു നിന്നത്. അപ്പോൾ മോഹിനി ശർമ്മയും പറയുന്നുണ്ട്, അവൻ ഇങ്ങനെ ഇടയ്ക്കൊക്കെ മാറി നിൽക്കാറുണ്ട്. പക്ഷെ ഇത്രയും ദിവസം അവൻ ഞങ്ങളിൽ നിന്നും അകന്നു നിൽക്കാറില്ല. ഇപ്പോൾ എന്താണെന്നറിയില്ല, മനസ്സിൽ വല്ലാത്തൊരു പേടി. അവൻ ഇനി എന്തെങ്കിലും സംഭവിച്ചു കാണുമോ എന്നുള്ള ആദ്യം ഞങ്ങൾക്കുണ്ട്. അപ്പോൾ അജിത് സാർ പറഞ്ഞിട്ട്, അങ്ങനെയൊന്നും നിങ്ങൾ നെഗറ്റീവായി ചിന്തിക്കാൻ, നിങ്ങളുടെ മകൻ തിരിച്ചു വരും. പിന്നെ നിങ്ങൾ മാനസയെ സംശയിക്കാനുള്ള കാരണം എന്താണ് എന്ന് ചോദിക്കുകയാണ്. അവൻ ഈ നാട്ടിൽ ആകെയുള്ള പരിചയം മാനസയുമായിട്ടാണ്. അവൻ ഇവിടേക്ക് വന്നതും മാനസയെ കണ്ടൊക്കെ സത്യമാണ്. അതിനുള്ള തെളിവും ഞങ്ങളുടെ കയ്യിലുണ്ട് എന്ന് പറയാണ്. എന്നിട്ട് ഫോണിലുള്ള തെളിവുകളൊക്കെ കാണിച്ചു കൊടുക്കാൻ കേട്ടോ. പിന്നീട് അജിത് സർ ചോദിക്കും, നിങ്ങൾ ഭാവനയെയും സൂര്യയെയും ഇതിൽ പ്രതി ചേർക്കാൻ കാരണം എന്താണ്? മാനസയെ ഇപ്പോൾ സംരക്ഷിക്കുന്നത് അവർ രണ്ടുപേരുമാണ് സർ. അതുകൊണ്ടാണ് അവർക്കെതിരെ പരാതി നൽകിയിരിക്കുന്നത്. എല്ലാം കേട്ട് കഴിഞ്ഞ് അജിത് സർ പറയുന്നുണ്ട്, നിങ്ങൾ എന്തായാലും ഇവിടെ ഇരിക്കൂ, ഞാനൊന്ന് അന്വേഷിക്കട്ടെ. എന്നിട്ട് പുറത്തിറങ്ങിയ ശേഷം സൂര്യയെ ഫോണിൽ വിളിക്കുകയാണ്. ഇതിൽ സൂര്യയോട് അവർ പരാതി തന്നതും ഭാവനയും സൂര്യയും ഇതിൽ പ്രതി ചേർക്കപ്പെട്ട കാര്യങ്ങളൊക്കെ പറയാണ്. ഇത് കേട്ടപ്പോൾ സൂര്യ പറയുന്നുണ്ട്, സർ, അവരാണ് ആദ്യ ഭാവനയെ തട്ടിക്കൊണ്ടു പോയത്. ഇത് കേട്ട മജീദ് സർ പറയും, ആണോ സൂര്യ, നീ എന്തായി പറയുന്നത്, സത്യമാണോ എന്ന് ചോദിക്കുകയാണ്. അതെ സർ, ഞാൻ എന്തായാലും പോലീസ് സ്റ്റേഷനിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ബാക്കി കാര്യങ്ങൾ അവിടെ വെച്ച് പറയാം, അവരെ വിടരുത് എന്ന് പറയാം കേട്ടോ. അങ്ങനെ അജിത് സർ വീണ്ടും അകത്തേക്ക് പോവാണ്. എന്നിട്ട് അവരോട് ചോദിക്കുന്നുണ്ട്, അപ്പോൾ നിങ്ങളാണല്ലേ ഭാവനയെ കിഡ്നാപ്പ് ചെയ്തതും അവളെ മാനസികപരമായിട്ട് പീഡിപ്പിച്ചത്, എന്നിട്ട് ഇപ്പോൾ നിങ്ങൾ അവളെ തന്നെ പ്രതിചേർക്കപ്പെട്ടിരിക്കുകയാണോ എന്ന് ചോദിക്കാൻ കേട്ടോ. എന്തായാലും ഈ കേസിന് മുൻപ് ആ ഒരു കേസ് ഒത്തുതീർപ്പാക്കാനുണ്ട്. സൂര്യയും ഭാവനയും വരട്ടെ, എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം എന്ന് പറയാണ്. പിന്നീട് സൂര്യ ഭാവനയെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയാൻ കേട്ടോ. എന്നിട്ട് ഭാവനയോടും വേഗം തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് വരാൻ വേണ്ടി പറയുന്നുണ്ട്. കട്ട് ചെയ്തതിനു ശേഷം ഭാവന പോകാൻ വേണ്ടി ഇറങ്ങുമ്പോൾ ഗായത്രി ചോദിക്കുന്നതിന് എന്താ മോളെ പ്രശ്നമെന്ന്. അങ്ങനെ ഭാവന കാര്യങ്ങളൊക്കെ പറയാൻ കേട്ടോ. ഇനിയിപ്പോൾ മാനസയെ പോലീസ് അറസ്റ്റ് ചെയ്ത് കോടതിയിൽ എത്തിച്ചാൽ ആകെ പ്രശ്നമാകും. അവളുടെ കുഞ്ഞിന്റെ അച്ഛൻ ആരാണെന്ന് തുറന്ന് പറയേണ്ടി വരും. അപ്പോൾ അത് സൂര്യക്ക് നാണക്കേടാകും അമ്മ. അതുകൊണ്ട് അവളെ രക്ഷിക്കുകയാണ് വേണ്ടത്. എന്തായാലും ഞാൻ പോയേ പറ്റൂ എന്ന് പറഞ്ഞ് ഭാവന ഇറങ്ങുന്നുണ്ട്. അതേസമയം തന്നെ അവൾ ദേവനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയാണ്. എന്തായാലും മാനസയോട് ഒന്ന് മുൻകൂട്ടി പറഞ്ഞേ, അവൾ കരുതിയിരിക്കട്ടെ, ഞാനിപ്പോൾ സ്റ്റേഷനിലേക്ക് പോവുകയാണ് എന്നൊക്കെ ദേവനോട് പറയാൻ. ദേവൻ പറയുന്നുണ്ട്, എല്ലാം ജയം അവൾ ചേർന്ന് വരുത്തി വെച്ചതല്ലേ, ഇനി അനുഭവിക്കട്ടെ എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ അവർ ഫോൺ വെച്ചതിന് ശേഷം ജയ ദേവന്റെ അടുത്തേക്ക് വരുന്നുണ്ട്, കാര്യങ്ങൾ ചോദിക്കുകയാണ്. അപ്പോൾ ദേവൻ പറയുന്നുണ്ട്, ഭാവനയാണ് ഇപ്പോൾ എന്നെ വിളിച്ചത്. മാനസക്കെതിരെ പരാതിയുമായിട്ട് ആ മഹേന്ദ്ര ശർമ്മ പോലീസ് സ്റ്റേഷനിൽ പോയിട്ടുണ്ട്. നീയായിട്ട് തുടങ്ങി വെച്ച കാര്യമല്ല, ഇനി നീ തന്നെ അനുഭവിച്ചോണം. ഓരോ വണ്ടിയും വരെയും തലയിൽ കയറ്റി വെക്കുന്നതിന് മുൻപ് ആലോചിക്കണമായിരുന്നു. ഇങ്ങനെ പറഞ്ഞ് ദേവൻ അവിടെ നിന്ന് പോവാൻ. ജയേട്ടെ ആകെ സങ്കടപ്പെട്ട് വിഷമിച്ച് അവിടെ തൂണും ചാരി നിൽക്കുകയാണ്.
പിന്നീട് കാണിക്കുന്നത് പോലീസ് സ്റ്റേഷനാണ്. അവിടെ അജിത് സർ മഹേന്ദ്ര ശർമ്മയോട് ചോദിക്കുന്നുണ്ട്, ഞങ്ങൾ ഇവിടെ ഭാവനയെ കിഡ്നാപ്പ് ചെയ്തത് ആരാണെന്ന് കണ്ടെത്താൻ വേണ്ടി ഓടി നടക്കുമ്പോൾ നിങ്ങൾ ഞങ്ങളുടെ കൺമുൻപിലൂടെ ഒന്നും അറിയാത്ത പോലെ നടക്കുകയായിരുന്നു അല്ലേ? അത് സർ, ഞങ്ങൾ അപ്പോഴത്തെ സാഹചര്യത്തിൽ അവളെ തട്ടിക്കൊണ്ട് പോയതാണ്, അല്ലാതെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ടല്ല എന്ന് മഹേന്ദ്ര ശർമ്മ പറയാണ്. ഒരു ഗർഭിണിയായ പെൺകുട്ടിയെ തട്ടിക്കൊണ്ട് പോയിട്ടാണോ ഇങ്ങനെ പറയുന്നത് എന്നൊക്കെ ചോദിക്കാണ്ടോ അജിത് സർ. എന്തായാലും ഭാവനയും സൂര്യ വരട്ടെ, ആദ്യം ഈ കേസിനൊരു പരിഹാരം ഉണ്ടാക്കണം എന്ന് പറയാണ്. അപ്പോഴേക്കും അവിടെ സൂര്യ എത്തുന്നുണ്ട് കേട്ടോ. സൂര്യ മഹേന്ദ്ര ശർമ്മയെ കണ്ടതും അവന് ആകെ ദേഷ്യം വരികയാണ്. സൂര്യ കണ്ടപ്പോൾ അജിത് സർ ചോദിക്കുന്നു, എന്താ സൂര്യ, ഇവരാണ് ഭാവനയെ കിഡ്നാപ്പ് ചെയ്തത് എന്ന് സൂര്യക്ക് അറിയാമായിരുന്നില്ല, എന്നിട്ട് എന്താണ് അത് പറയാതിരുന്നത്? സൂര്യ പറയുന്നത്, എനിക്കറിയാമായിരുന്നു സർ, ഈ അടുത്തയിടെയാണ് ഭാവന എന്നോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞത്. ഞാൻ സാറിനെ കാണാൻ വേണ്ടിയിട്ട് വരാൻ നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് മാനസയുടെ പേരിൽ ഇവർ കംപ്ലൈന്റ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് സാറും കൂടി ഒന്ന് കരുതിയിരിക്കാൻ വേണ്ടി എല്ലാം തുറന്നു പറയാമെന്ന് വെച്ച് പറഞ്ഞതാണ്. അപ്പോൾ അജിത് സർ പറയുന്നുണ്ട്, സൂര്യ, നിങ്ങളെപ്പോലുള്ളവരാണ് ഇവരെ വളർത്തുന്നത്. ഞാനിപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? എന്തായാലും ഇവരെ വെറുതെ വിടാൻ പറ്റില്ലല്ലോ എന്ന് പറയാണ്. അപ്പോൾ സൂര്യ പറയുന്നുണ്ട്, ഞാൻ ഭാവനയെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, അവളും എത്തും, എന്നിട്ട് തീരുമാനിക്കാം സർ. എനിക്ക് സേതുവേട്ടനെ ഒന്ന് കാണണം എന്ന് പറയാണ്. അങ്ങനെ സേതുവിനെ കാണിക്കാൻ വേണ്ടി മറ്റൊരു കോൺസ്റ്റബിളിനോട് വിളിച്ച് പറയാൻ കേട്ടോ അജിത് സർ. അങ്ങനെ സൂര്യ സേതുവിനെ കാണാൻ വേണ്ടി സെല്ലിന്റെ മുന്നിലെത്തുകയാണ്. സൂര്യ ചേർക്കുന്നു, എന്താ സേതുവേട്ട ഇതൊക്കെ? എന്തിനാണ് അവരോടൊക്കെ വെറുതെ അടിപിടി ഉണ്ടാക്കാൻ പോയത്? അപ്പോൾ സേതു പറയുന്നത്, ഞാൻ പിന്നെ എന്താണ് ചെയ്യേണ്ടത് സൂര്യ? 2 ലക്ഷം രൂപയുടെ ഫുഡാണ് അവിടെ വെറുതെ പാഴായി പോയത്. പ്രോഗ്രാം ക്യാൻസൽ ചെയ്തത് ഞാനാണ് തെറ്റുകാരനെ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ സൂര്യ പറയുന്നത്, അതിനെന്താ സേതുവേട്ടൻ തല്ലാൻ പോയത്? ഇപ്പോൾ സേതുവേട്ടനായില്ലേ കുറ്റക്കാരൻ, ജയിലിൽ കിടക്കുന്നത് സേതുവേട്ടൻ തന്നെ എന്ന് പറയാണ്. അപ്പോൾ അജിത് സാറും അവിടെ വരുന്നുണ്ട്. ഇനി എന്താ ചെയ്യുക സർ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും രാഷ്ട്രീയത്തിൽ പിടിപാടുള്ളത് കൊണ്ട് ഇതെന്തായാലും കോടതി വരെ എത്തും. പക്ഷേ അതിനു മുൻപ് എങ്ങനെയെങ്കിലും അവരെ കണ്ട് ഒന്ന് തീർപ്പാക്കണം. അവർ ചോദിച്ച പണവും തിരിച്ചു കൊടുക്കേണ്ടി വരും എന്ന് പറയാണ്. അപ്പോൾ സേതു പറയുന്നുണ്ട്, അതെന്തായാലും പറ്റില്ല, ഒരു ചില്ല് ക്യാഷ് പോലും ഞാൻ അവർക്ക് കൊടുക്കില്ല എന്ന് പറയാൻ കേട്ടോ. ഇതുതന്നെയാണ് സേതുവിന്റെ കുഴപ്പം, എടുത്തുചാട്ടം കൂടുതലാണ് എന്നൊക്കെ അജിത് സാറും പറയാണ്. എന്തായാലും വാ സൂര്യ, നമുക്ക് എന്തായാലും അവിടെ ഇരുന്ന് കാര്യങ്ങളൊക്കെ ഒന്ന് ആലോചിച്ചിട്ട് തീരുമാനിക്കാം എന്ന് പറഞ്ഞ് സൂര്യയെ വിളിച്ച് അജിത് സാർ അകത്തേക്ക് പോവുകയാണ്. പിന്നീട് കാണിക്കുന്ന സൂര്യയുടെ വീടാണ്. അവിടെ മാനസ ജയയും വിളിച്ചിട്ട് സിറ്റൗട്ടിലേക്ക് വരികയാണ് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, ആന്റി, ഇവിടെ നിന്നും ഒരു ചില്ലി ക്യാഷ് പോലും കിട്ടില്ല, ആന്റി എല്ലാ സത്യങ്ങളും തുറന്നു പറയാൻ പോവുകയാണ് എന്ന് അറിഞ്ഞ അച്ഛനും അമ്മയും ഇനി പുതിയ പ്ലാൻ തയ്യാറാക്കാൻ തുടങ്ങുന്നുണ്ട്. അതിനു മുൻപ് നമുക്കൊരു കളി കളിച്ചാലോ എന്ന് ചോദിക്കുകയാണ്. എന്തായാലും എന്റെ അച്ഛനും അമ്മയും ഒന്നുമില്ലാതെ അങ്ങ് പിൻവാങ്ങാൻ റെഡിയാവില്ല. പോകുന്ന സ്ഥിതിക്ക് അവർ എല്ലാം കുളം തോണ്ടിയിട്ടേ പോവുകയുള്ളൂ ആന്റി. അതുകൊണ്ട് ഒരു പക്ഷേ ആന്റി പറയുന്നതിന് മുൻപ് തന്നെ അച്ഛൻ ദേവനങ്കുണ്ണയും സൂര്യയും വിളിച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞാൽ പിന്നെ ആകെ വഷളാവില്ല ആന്റി. എല്ലാം കേൾക്കുമ്പോൾ ജയ പറയുന്നത്, മോള് പറഞ്ഞതിലും കാര്യമുണ്ട്. ഞാൻ അവരെ ഒന്ന് ഭീഷണിപ്പെടുത്താൻ വേണ്ടി പറഞ്ഞെന്നേ ഉള്ളൂ, അല്ലാതെ ദേവേട്ടനോട് ഇതെല്ലാം തുറന്നു പറഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ ഉണ്ടാകാൻ പോകുന്നത് മോൾക്ക് നന്നായിട്ട് അറിയാമല്ലോ. അതും ഇപ്പോഴത്തെ ദേവേട്ടൻ ആകെ മാറിയിരിക്കുകയാണ്. അതിൻ്റെ പുറമെ നമ്മുടെ പഴയ പ്ലാനുകളെല്ലാം പറഞ്ഞു. പിന്നെ ഞാൻ ദേവേട്ടൻ്റെ ജീവിതത്തിൽ നിന്ന് പുറത്തു പോകേണ്ടി വരും എന്ന പേടി എനിക്കുണ്ട് എന്നും പറയാൻ. അങ്ങനെയാണെങ്കിൽ ആൻറ്റി, നമുക്ക് മറ്റൊരു കളി കളിക്കാം. തൽക്കാലത്തേക്ക് അച്ഛനെ അത് വെച്ച് നമുക്ക് അടക്കി നിർത്താനാകും എന്ന് പറയാണ്. അങ്ങനെ അവർ കാര്യങ്ങളെല്ലാം പ്ലാൻ ചെയ്യാൻ കേട്ടോ. അപ്പോഴാണ് അവിടേക്ക് അജയനും പ്രസീതയും വരുന്നത്. എന്തിനാ ജയ കാണണമെന്ന് പറഞ്ഞത് എന്ന് ചോദിക്കാൻ കേട്ടോ. ഏട്ടനോട് എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. നിങ്ങളുടെ ഇപ്പോഴത്തെ പ്രശ്നം പോകാൻ ഒരു ഇടമില്ല എന്നല്ലേ? ഞാൻ പറ്റിയ നല്ലൊരു സ്ഥലം നിങ്ങൾക്ക് കാണിച്ചു തരാം, അവിടേക്ക് നിങ്ങൾക്ക് മാറാൻ സൗകര്യമില്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അജയൻ പറയുന്നത്, മാറുന്നെങ്കിൽ ഞങ്ങൾ മാത്രമല്ല, ഞങ്ങളുടെ മകളെ ഞങ്ങൾ കൂടെ കൊണ്ടുപോകും എന്ന് പറയാണ്. ഇത് കേൾക്കുന്ന ജയ പറയാണ്, മാനസയ്ക്ക് എവിടെയും പോകേണ്ടി വരില്ല. അവളുടെ കാര്യത്തിൽ ഞാൻ തന്നെ ഒരു തീരുമാനം ഉണ്ടാക്കിയിട്ടുണ്ട്. അതെന്തായാലും ഇനി മറച്ചു വെക്കുന്നില്ല, ഞാൻ നിങ്ങളോട് തന്നെ തുറന്നു പറയാം. മാനസമോളുടെ പേർക്ക് ഞാൻ ഈ വീടും സ്ഥലവും ഇഷ്ടദാനമായിട്ട് എഴുതി വെച്ചിട്ട് കുറെ ദിവസങ്ങളായി. ഇത് കേൾക്കുന്ന അജയനും പ്രസീതയും ആകെ ഷോക്കാവാൻ ട്ടോ. എന്താ ജയൻ ഈ പറഞ്ഞത്? മാനസയുടെ പേർക്ക് ഈ വീടും സ്ഥലവും എഴുതി വെച്ചെന്നോ? ഞങ്ങൾ എങ്ങനെ വിശ്വസിക്കും എന്ന് ചോദിക്കുകയാണ്. ഏട്ടാ, നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങൾ വിശ്വസിച്ചാൽ മതി. ഇവിടെ അങ്ങനെ അങ്ങ് തള്ളിക്കളയാൻ ഞങ്ങൾക്കാവില്ലല്ലോ. മാത്രവുമല്ല, ഞാനും ദേവേട്ടനും സൂര്യയും ഒന്നിച്ചെടുത്ത തീരുമാനമാണ് ഈ വീട് മാനസയുടെ പേരിൽ നൽകുക എന്നുള്ളത്. ഇപ്പോൾ അവൾ അത്രയ്ക്കും വലിയ ത്യാഗമാണ് ഞങ്ങൾക്ക് വേണ്ടി ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് അവളുടെ ഭാവി സുരക്ഷിതമാക്കേണ്ടത് എൻ്റെ കൂടി ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ അവൾ ഈ ദൗത്യം ഏറ്റെടുത്ത ഉടനെ തന്നെ ഞാൻ ഈ കാര്യം അവളുടെ പേരിൽ ചെയ്യുകയും ചെയ്തു. ഇത് ഇവളുടെ വീടാണ്, അതുകൊണ്ട് ഇവൾക്ക് ഇവിടെ നിന്നും എവിടേക്കും ഇറങ്ങേണ്ടി വരില്ല എന്ന് പറയാണ്. ഇനി നിങ്ങൾക്ക് ഈ വീട്ടിൽ നിൽക്കണമെങ്കിൽ ഇവൾ പറയുന്നത് പോലെ ഞങ്ങളുടെ ആഗ്രഹത്തിനൊത്ത് നല്ല രീതിയിൽ ഒരു പ്രശ്നമുണ്ടാക്കാതെ നിങ്ങൾ നിൽക്കുമെങ്കിൽ നിങ്ങൾക്കും ഇവിടെ നിൽക്കാം. ഇത്രേ എനിക്ക് പറയാനുള്ളൂ എന്ന് പറയാണ്. ഇത് കേട്ടത് മജൻ പറയാണ്, മതി ജയ, ഇത് മതി. ഇപ്പോഴാണ് ഞങ്ങൾക്ക് സമാധാനമായത്. ഞങ്ങൾ ഈ പറയുന്നതും ചെയ്യുന്നതുമെല്ലാം ഞങ്ങളുടെ ഈ ഒരേ ഒരു മകൾക്ക് വേണ്ടി മാത്രമാണ്. അവളുടെ ഭാവി സേഫായാൽ പിന്നെ ഞങ്ങൾക്ക് യാതൊരു പ്രശ്നവുമില്ല. ഞങ്ങൾ എന്തിനും തയ്യാറാണ്, എന്തും സഹിക്കും എന്നൊക്കെ പറയാൻ ട്ടോ. അപ്പോൾ ജയയും മാനസയെ മുഖത്തോട് മുഖം നോക്കി ചിരിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് പോലീസ് സ്റ്റേഷനാണ്. അവിടെ ഭാവന അജിത് സാറെ കാണാൻ വേണ്ടിയിട്ട് എത്തിയിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ അജിത് സാറ് പുതിയ കേസിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറയാണ്. എല്ലാം കേട്ട് ഭാവന പറയുന്നുണ്ട്, അപ്പോൾ അവരുടെ പരാതി അനുസരിച്ച് നോക്കുകയാണെങ്കിൽ മാനസയെ ഞങ്ങൾക്ക് കസ്റ്റഡിയിൽ എടുക്കേണ്ടി വരും എന്ന് പറയാൻ കേട്ടോ അജിത് സാർ. അങ്ങനെ മഹേന്ദ്ര ശർമ്മയെയും ഭാര്യയെയും അങ്ങോട്ടേക്ക് വിളിക്കുകയാണ്.
ആ സമയത്ത് ഭാവന പറയുന്നുണ്ട്, നിങ്ങൾ മാനസയെ ഈ കേസിൽ നിന്നും ഒഴിവാക്കണം. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അവൾക്ക് കോടതി കയറി ഇറങ്ങാനും ജയിലിൽ പോകാനും ഒന്നും പറ്റില്ല. മാത്രമല്ല ഇതെല്ലാം ഒരു സംശയത്തിന്റെ പേരിലാണ്. അവൾക്ക് പറയാനതെല്ലാം അവൾ സത്യസന്ധമായിട്ട് നിങ്ങളുടെ മുന്നിൽ പറഞ്ഞതാണ്. അതിൽ കൂടുതൽ ഇനി അവൾക്ക് എവിടെ കയറ്റിയാലും പറയാനില്ല എന്നും പറയാൻ കേട്ടോ. അപ്പോൾ മഹേന്ദ്ര ശർമ്മ പറയുന്നുണ്ട്, ഭാവന നീ വിചാരിക്കുന്നത് പോലെയൊന്നുമല്ല കാര്യങ്ങൾ. ഇനിയും സൂര്യയും ഞങ്ങൾ പ്രതി ചേർക്കാൻ തന്നെ കാരണം അവളെ എന്തുകൊണ്ടാണ് ആവശ്യമില്ലാതെ നിങ്ങൾ ഈ പ്രൊട്ടക്ട് ചെയ്യുന്നത് എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാവാത്തത്. അപ്പോൾ ഭാവന പറയുന്നത്, അതിനുള്ള കാര്യങ്ങൾ ഞാൻ മുൻകൂട്ടി നിങ്ങളോട് പറഞ്ഞതാണ്. ഇനിയും ഈ കാര്യത്തെ ചൊല്ലി ഒരു പ്രശ്നം ഉണ്ടാക്കരുത് എന്ന താക്കീതും തന്നതാണ്. ഇനിയും നിങ്ങൾ ഇതുമായിട്ട് മുന്നോട്ട് പോവുകയാണ് എങ്കിൽ എനിക്കും ചില തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. എന്നിട്ട് അജിത് സാറായിട്ട് ഭാവന പറയുന്നത്, സർ മാനസയെ ഈ കേസിൽ നിന്നും ഒഴിവാക്കാൻ പറയണം. ഇല്ലെങ്കിൽ ഇവർക്കെതിരെ എനിക്കും ഒരു പരാതി കൊടുക്കേണ്ടി വരും. ആദ്യം ആ ഒരു കംപ്ലൈന്റിനുള്ള പരിഹാരം കണ്ടെത്തട്ടെ, എന്നിട്ട് മതി ഇവരുടെ കംപ്ലൈന്റിനുള്ള കാര്യങ്ങൾ എന്നും പറയാണ്. ഇത് കേട്ട് മഹേന്ദ്ര ശർമ്മയും ഭാര്യയും ഒന്ന് ഷോക്കായി നിൽക്കുകയാണ് കേട്ടോ.